നമ്മുടെ കോളിസ് അടിമുടി മാറാൻ പോവാണ്. നിങ്ങളിപ്പോ ഈ കാണുന്ന ഇന്റീരിയർ ആയിരിക്കത്തില്ല നമ്മുടെ വണ്ടി ഒരു 10 ദിവസം കഴിഞ്ഞ് ഇറങ്ങുമ്പോ. എന്റെ പൊന്നോ, ഇതെന്തുവായി ചെയ്തു വെച്ചിരിക്കുന്നത്? കൊടുകൈ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കൊന്ന് കണ്ടേക്കാം. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി? എങ്ങനെയുണ്ട് ഇപ്പൊ? ഓൾമോസ്റ്റ് കുഴപ്പമില്ല. നമുക്ക് കുറെ ചേഞ്ചസ് വരുത്താനുണ്ട്. മറ്റേ ഡോർ പാഡ് ആയാലും സീറ്റ്സ് ആയാലും. നമ്മുടെ ഈ ഒരു കോളീസിലേക്ക് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 4 സീറ്റിൽ നമ്മൾ മാറ്റി നമ്മുടെ സ്വിഫ്റ്റിലൊക്കെ ഉള്ള പോലെ നല്ല അടിപൊളി സീറ്റാക്കി മാറ്റും. മോൾഡിംഗ് സീറ്റ് ആക്കും. അതോടൊപ്പം തന്നെ ഡോർ പാഡുകൾ നമ്മൾ മാറുന്നുണ്ട്. കഴിവതും ഇവർ ഇതിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് കാലപ്പഴക്കം കൊണ്ട് ഇത് പോയിട്ടുണ്ടാവും. നമുക്ക് മാക്സിമം നോക്കിയിട്ട് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. ഇതിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഒറിജിനാലിറ്റി കിട്ടും. ഇതുണ്ട്. ഇതൊക്കെ ഉണ്ട്. മൊത്തം ഇതുണ്ടോ, അതെ ഫുള്ള് കീറി, ഇതുണ്ടോ കീറി പോയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ റൂഫ്, വണ്ടിയുടെ റൂഫ് മൊത്തത്തിൽ പോയിരിക്കും. അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടോ, അതെ ഇത് നോക്കിയേ, ഇതൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ മൊത്തത്തിൽ ഇപ്പൊ സലീം ബ്രോ അതിനെ പൊളിച്ച് കാണിച്ചു തന്നായിരുന്നു. മൊത്തം പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിക്കിയുടെ പാഡ് കണ്ടോ, അതെ ഡിക്കിയൊക്കെ ഇവിടെ തുറന്ന് കിടക്കുവാണ്. ഇത് കണ്ടോ, വണ്ടിയുടെ പുറമേയുള്ള ലുക്കേ ഉള്ളൂ. അതൊക്കെ വളരെ ബോറാണ്. പോളിസ് എടുത്തപ്പോൾ തന്നെ സീറ്റ് ചെയ്യുന്ന കാര്യം, അതോടെ ഇന്റീരിയർ കിടിലനാക്കുന്ന കാര്യം മനസ്സിൽ വന്നപ്പോഴത്തേക്കും ആദ്യം വന്നത് നമ്മുടെ എക്രേറ്റ് കാറാണ്. ഏകദേശം 10 ദിവസം വേണം നമ്മുടെ ഈ ഒരു വണ്ടി റെഡിയാക്കാൻ സലീം ബ്രോ പറഞ്ഞത്. പക്ഷെ 10 ദിവസം നിങ്ങൾ എടുത്തു. എനിക്ക് ഒരു ധൃതിയില്ല. വണ്ടി ഇറങ്ങുമ്പോൾ നീറ്റ് ആയിരിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, അതെല്ലാം ചെയ്ത് ബ്രോ കാണുമ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാല്ലേ. അങ്ങനെ നീണ്ട 15 ദിവസത്തിന് ശേഷം നമ്മുടെ കോളേജിലെ അടുത്തേക്ക് ഞാനങ്ങനെ എത്തിയിരിക്കുകയാണ്. എന്തായി കാര്യങ്ങള്? ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞു. കാണിച്ചു കൊടുക്കാം. കാണാം. എന്റെ പൊന്നോ, ഇതെന്തുവായി ചെയ്തു വെച്ചിരിക്കുന്നത്? അടിപൊളി. നിങ്ങളിപ്പോ കാണുന്നത് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്ത വണ്ടി. നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എനിക്ക് തിരിച്ച് തന്ന വണ്ടി. നമ്മുടെ വണ്ടിയുടെ സീറ്റുകളെല്ലാം മാറി, റൂഫ് മാറി, ഡോർ പാഡ് നോക്കിക്കേ. ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്ത സമയത്ത് വളരെ മോശമായിരുന്നു ഡോർ പാഡ് കണ്ടീഷൻ. കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡോർ പാഡ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് എന്ത് ഫിനിഷിങ്ങോടുകൂടിയാണ് നോക്കിയാൽ നമ്മുടെ ഡോർ പാഡ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്കിൽ ഗ്രീൻ സ്റ്റിച്ചോട് കൂടിയാണ് നമ്മുടെ വണ്ടിയുടെ അകത്തെ സീറ്റ് അവർ ചെയ്തത്. കാരണം നമ്മുടെ സ്വിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ബ്ലാക്ക് എന്താ ചെയ്യാൻ. ഞാൻ അപ്പോൾ ഓർത്ത് നമ്മുടെ കോളേജിന്റെ ഇന്റീരിയർ എന്തായാലും ബ്ലാക്ക് ആയിക്കോട്ടെ. നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അവർ അടിച്ച് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത്. ഞാൻ സ്റ്റിയറിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോർച്യൂണറിന്റെ സ്റ്റിയറിംഗ് വെക്കാനിരിക്കുമായിരുന്നു. പക്ഷെ ഇനി ഞാൻ മാറ്റുന്നില്ല. കാരണം ആ ഒരു ഭംഗി അല്ലെ നല്ല മാച്ച് ആയി കഴിഞ്ഞു. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സീറ്റിനോടൊപ്പം തന്നെ റൂഫാണ് കേട്ടോ. റൂഫ് വളരെ മോശം കണ്ടീഷനിലായിരുന്നു. റൂഫ് മൊത്തത്തിൽ അവർ മാറി, ഏറ്റവും ഇസഡ് മാറി. എന്ത് ഭംഗിയാക്കി നോക്കി എന്റെ വണ്ടി. കൊടുകൈ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. വണ്ടി 15 ദിവസം നമ്മൾ ആയത് കാരണം നിങ്ങൾ കാരണം തന്നെ. നിങ്ങളൊരു വീഡിയോ, കഴിഞ്ഞ വീഡിയോയുടെ വൈറൽ കാരണം നല്ല തിരക്കാണ്. നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന സീറ്റ് ഒരു ഓൾട്ടോ 800 ആന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അല്ല, ഇവര് വിശ്വസിച്ചേ പറ്റൂ. ഇത് നോക്കിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് എന്തുവാ സലീം ബ്രോ? ഇത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതാണ് ഇവരുടെ കഴിവ്. മനസ്സിലായ? നല്ല ഗംഭീരമായിട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കാണുന്ന മെറ്റീരിയൽ കണ്ടോ, ഈ പച്ച മെറ്റീരിയൽ, ഇത് നമ്മുടെ സ്വിഫ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ അവസാന നിമിഷം ഇവരെന്നെ മറ്റേ ആ ഒരു ബ്രൗൺ നമ്മുടെ സ്വിഫ്റ്റ് ചെയ്തിരിക്കുന്ന അത് കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിനോട് ഇഷ്ടം തോന്നി. അല്ലെ, പിന്നെ ഓരോരുത്തരും ടേസ്റ്റ് വ്യത്യാസമാണ്. അതെ, നമുക്ക് ഈ മണം, രുചി, നിറം അതെല്ലാം പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കസ്റ്റമറിന്റെ ഇഷ്ടങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഇഷ്ടം അവരെ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും അവരുടെ വണ്ടി, അവരുടെ ഇഷ്ടങ്ങൾ, അതാണ് പ്രധാനം. മാരുതി 800 മുതൽ അല്ലെ ഏത് വണ്ടിയുടെ സീറ്റും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ അടിപൊളിയാക്കി തരും. നോക്കിയാൽ എന്ത് ഫിനിഷിംഗ് ആണെന്ന്. ഒരു സാധാരണക്കാരൻ ഇപ്പൊ ഒരു മോൾഡിംഗ് സീറ്റ് ചെയ്യണം, ഒരു ലോ ബഡ്ജറ്റ് ആയിട്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി റെക്സിനൊക്കെ ഈ ഓൾട്ടോ തന്നെ നമുക്ക് ഒരു 13 രൂപ സ്റ്റാർട്ടിംഗ് ചെയ്യാൻ പറ്റും. ഇവർ ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞെട്ടരുത് അല്ലെ, ഞെട്ടരുത്, അതാണ് പറയാനുള്ളത്. നോക്കിയേ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി മെറ്റീരിയൽ. ഇത് ഏതാ മെറ്റീരിയൽ? ഇത് റോസ്ലിയാണ്. റോസ്ലി കൊള്ളാലോ, നല്ല പേരാണല്ലോ. പണ്ട് പോലെ റോസ്ലി എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മൈൻഡിൽ കയറി കിടക്കുന്ന ഒരു ലെതറുമായിട്ട് ടച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് റോസ്ലി മെറ്റീരിയൽ. റോസ്ലി മെറ്റീരിയൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഇറങ്ങിയ പോർഷ എന്ന് പറയുന്നത് റോസ്ലി പോർഷ മെറ്റീരിയലാണ്. നമ്മുടെ ഈ ഒരു പജേറോയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു വർക്ക് ഉണ്ടല്ലോ, ഇത് ഏകദേശം നിങ്ങൾ ചെയ്യുന്ന റേറ്റ് എനിക്കറിയാം. പുറത്ത് ചെയ്യാൻ എത്ര രൂപ? ഒരു 5 കൊല്ലം, ഒരു 8 കൊല്ലം മുമ്പൊക്കെ ഇതൊക്കെ ഒരു 80 രൂപ 90 രൂപയ്ക്ക് ചെയ്തോണ്ടിരുന്ന വർക്ക്. ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിലും എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് നോർമലി? ഇപ്പൊ നമുക്ക് ഒരു 30 രൂപ 35 രൂപ റേറ്റിലൊക്കെ ഈ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർ അടുത്തായിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം നമുക്കൊരു ബെസ്റ്റ് ബഡ്ജറ്റ് പ്രൈസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം ടൈ സപ്പോർട്ട്, വിങ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്ന് വെച്ചാൽ ഓവർ ആയിട്ടില്ല. ചിലർക്ക് ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർ ആയിട്ടുള്ള വിങ്സിന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നോക്കിയേ, നമ്മുടെ ഈ ഒരു സൈഡിൽ താഴത്തേക്ക്, അതായത് നമ്മുടെ ഈ നടുഭാഗം കൊള്ളുന്ന അത്രയും ഭാഗത്ത് മാത്രം ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ട പോലെയുള്ള ഗംഭീരമായിട്ടുള്ള സീറ്റുകൾ
ഉണ്ടാക്കി ഇറക്കുന്നത് അല്ലെ. നമ്മളിവിടെ കൊണ്ട് നമ്മുടെ വണ്ടി കൊടുത്തു കഴിയുമ്പോൾ ഒരു സീറ്റ് ഒക്കെ അഴിച്ചതിന് ശേഷം നേരെ കൊണ്ടുവന്ന് അതിന്റെ പുറത്തുള്ളത് ഇതേപോലെയുള്ള പഴയ സീറ്റ് കവറുകൾ അല്ലെ, നമ്മുടെ കമ്പനി നൽകുന്ന സീറ്റ്, അതോടൊപ്പം നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ഇതേപോലെയുള്ള റെക്സിൻ സീറ്റ് അങ്ങ് അഴിച്ചങ്ങ് ഇളക്കി മാറ്റി ഈ രൂപത്തിലേക്ക് ആക്കും അല്ലെ. ഇതിപ്പോ നമ്മുടെ കമ്പനിയുടെ ഫോമാണ്. കമ്പനി ഫോമിന്റെ പുറത്ത് നമുക്ക് ഓരോ ഡിസൈൻ അനുസരിച്ച് നമ്മൾ ഇതിനെ പുറമേൽ ചെയ്ത് ആദ്യം ഒരു ബേസിനെ നമുക്ക് റെഡിയാക്കി ചെത്തി എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ഒരു 2 സീറ്റും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ ഈ കാണുന്നത് ഒരു ഇന്നോവയുടെ സീറ്റാണ്. ആ ഒരു സീറ്റിൽ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇവര് തന്നെ പിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്പോഞ്ചാണ് അല്ലെ. ഇതാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ ഇതേപോലെ ചെത്തി അത് 2 സീറ്റ്, അതായത് 2 സീറ്റ് ഒരേപോലെ ചെയ്തെടുക്കണം അല്ലെ. നമ്മൾ ഇരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ തൈ സപ്പോർട്ട് കണ്ടോ ചെയ്തിരിക്കുന്നത്. നോക്കി എന്ത് ഭംഗിയായിട്ട് എത്ര ലെയർ സ്പോഞ്ചാന്ന് നോക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അല്ലെ. നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ സ്വിഫ്റ്റിന്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഇവർ എയറിലായിരുന്നു അല്ലെ. എയർ തന്നെ, കാരണം ഇവരാണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമ്മുടെ കേരളത്തിൽ മോൾഡിംഗ് സീറ്റ് ചെയ്യുന്നത്. നല്ല പ്രൈസ് കുറവാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർ തിരക്കിയിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റ് അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ ദൂരത്ത് നമ്മുടെ വീഡിയോ എവിടെ കോഴിക്കോട് നിന്ന് ഇവിടെ വണ്ടി വന്നിട്ടുണ്ട്, കാസർഗോഡ് നിന്നൊക്കെ വിളി വന്നിട്ടുണ്ട്. കോഴിക്കോട് ഓൾമോസ്റ്റ് ഇവിടെ വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അവരെ തിരിച്ച് റിട്ടേൺ ട്രെയിനിൽ കയറി പോയിട്ട് പിന്നെ വരിക ചെയ്തത്. കോഴിക്കോട് നിന്ന് വരെ ഇവിടെ വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ഇവരുടെ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയതുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ സ്റ്റിച്ചിങ് യൂണിറ്റ്. അപ്പൊ നമ്മുടെ ബായ് ഇവിടെ ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മളിപ്പോ കണ്ട ഇന്നോവയുടെ സീറ്റിന് ചെയ്യാനുള്ള ആ ഒരു കവർ ഓരോരോ പീസുകളായിട്ട് ഇങ്ങനെ കണ്ടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ജോയിന്റ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ നിങ്ങൾ കണ്ടതുപോലെയുള്ള ഗംഭീരമായിട്ടുള്ള സീറ്റായിട്ട് മാറും. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഡെക്കറേറ്റ് കാറിന്റെ ടീം. ഇവരാണ് നമ്മുടെ വണ്ടിയെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ എന്നെ സഹായിച്ചത്. അപ്പൊ കൊല്ലത്ത് നമുക്ക് എത്ര ഷോപ്പാണുള്ളത്? കൊല്ലത്ത് 2 ഷോപ്പാണ്, ആയൂരും കൊട്ടാരക്കരയിലുള്ള ഷോപ്പിലാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവരാണ് കൊട്ടാരക്കര ഷോറൂമിന്റെ ആൾക്കാർ. ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് ഇവരായിരിക്കും നിങ്ങളെ കാണുന്നത്. സലീം ബ്രോ വരുന്നത് ഞാൻ ആയൂരത്തെ ഷോപ്പിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും വന്നിട്ട് സലീം ബ്രോയെ തിരക്കാറുണ്ട്, ആ പുള്ളി ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് പോയാലും ഇവിടുന്ന്. അപ്പോൾ ഇവരാണ് ഇവിടുത്തെ ഷോപ്പ് നോക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഒന്ന് പേര് പറഞ്ഞു കൊടുത്തേ. എന്റെ പേര് അൻഷാദ് മുനീർ. അപ്പൊ ഇവർക്ക് ഉറങ്ങണം, പുള്ളിയുടെ മുഖമൊക്കെ നോക്കി ഉറക്കം പോലും ഇല്ലാതാണ് നമ്മുടെ വണ്ടി ഇവിടെ പണിതത്. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായാലും ഇവരായിരിക്കും കാണുന്നത്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പഴയ വണ്ടിയായതുകൊണ്ട് തന്നെ ഗ്ലാസ് അടിക്കണമായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ മണിലാലണ്ണനാണ് നമുക്ക് ചെയ്തു തന്നത്. പാടായിരുന്നല്ലേ അഴിക്കാൻ? പാടായിരുന്നു, പക്ഷെ കുറെ ബുദ്ധിമുട്ടി. പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അഴിച്ച് ക്വാർട്ടർ ഗ്ലാസ് എല്ലാം അഴിച്ച് വൃത്തിയാക്കി നമ്മുടെ വണ്ടിയെ നീറ്റാക്കി തന്നത്. അപ്പോൾ ചേട്ടാ നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് വർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് വരെ എന്നെ ആരും വിളിച്ചിട്ട് ഒരു മോശവും പറഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്ക് നല്ല പെർഫെക്ഷനോട് കൂടിയാണ് ഇവിടുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾക്ക് വണ്ടി കൊടുക്കാം, നീറ്റാക്കി തരും അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഗംഭീരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ ഗോവിന്ദ് സൈനിങ് ഓഫ്.